ഇതല്ലേ വിസ്മയ മരുന്ന് എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിശേഷിപ്പിച്ച ഹൈഡ്രോക്സി ക്ലോറോക്വിൻ. ആ പ്രസ്താവനയോടെ മലേറിയയ്ക്ക് നൽകിയിരുന്ന ഈ ഗുളികയെ ലോകമെങ്ങും കോവിഡിനുള്ള മരുന്നായി രേഖപ്പെടുത്തി. രോഗം വ്യാപിച്ചു തുടങ്ങിയ ആദ്യഘട്ടത്തിൽ അമേരിക്കയുടെ പ്രസിഡന്റ് ശുപാർശ ചെയ്യുന്നത് ആധികാരികമായി ലോകജനത മുഴുവൻ ഏറ്റെടുത്തു. ആ മരുന്നിന് അതിലും വലിയ ബ്രാൻഡ് അംബാസിഡറെ ലോകത്ത് കിട്ടാനുമുണ്ടായിരുന്നില്ല. ട്രംപിന്റെ ആ പ്രഖ്യാപനം ഓളമുണ്ടാക്കിയത് ഇന്ത്യയിലാണ്. ലോകത്ത് വിറ്റുപോകുന്ന ഹൈഡ്രോക്സി ക്ലോറോക്വിൻ 70% ഉത്പാദിപ്പിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. കോവിഡ് വ്യാപിച്ചതോടെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വമ്പൻ ഓർഡറുകൾ ഒഴുകി. ഇതോടെ സ്വന്തം രാജ്യത്ത് വിതരണം ചെയ്യാൻ ക്ഷാമമെന്ന നില വന്നു. പിന്നാലെ ഈ മരുന്നിന്റെ കയറ്റുമതി കേന്ദ്ര സർക്കാർ നിരോധിച്ചു. ആ നിരോധനത്തോടെ ഒന്ന് സംഭവിച്ചു. ഇന്ത്യ അമേരിക്ക ബന്ധം വഷളായി. ട്രംപ് പരസ്യമായി വിയോജിപ്പ് അറിയിച്ചതോടെ 3-ാം ദിവസം തന്നെ ഇന്ത്യ ഉത്തരവ് പിൻവലിച്ചു, കയറ്റുമതി പുനരാരംഭിച്ചു. ഇതെല്ലാം ചരിത്രം. ഇപ്പോൾ ബയോമെഡിസിൻ ആൻഡ് ഫാർമക്കോതെറാപ്പി മാസികയിലാണ് ഫ്രഞ്ച് ശാസ്ത്രജ്ഞരുടെ ഗവേഷണ ഫലം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. പഠനം നടത്തിയ 6 രാജ്യങ്ങളിലെ 16,990 കോവിഡ് മരണങ്ങൾ ഹൈഡ്രോക്സി ക്ലോറോക്വിൻ ഉപയോഗിച്ചവരിലാണ് എന്നാണ് കണ്ടെത്തൽ. ഇവരുടെ എല്ലാം ഹൃദയമിടിപ്പിന്റെ താളം ഒരേ പാറ്റേണിൽ മാറിയാണ് അവർ മരിച്ചത് എന്നാണ് ഗവേഷണ ഫലം. എന്തുകൊണ്ട് ഇത്ര വലിയ പാളിച്ച? ഫ്രാൻസ്, ബെൽജിയം, ഇറ്റലി, സ്പെയിൻ, തുർക്കി, അമേരിക്ക ഈ 6 രാജ്യങ്ങളിലാണ് പഠനം നടത്തിയത്. ഹൈഡ്രോക്സി ക്ലോറോക്വിൻ എന്ന മലേറിയയ്ക്കുള്ള മരുന്ന് കഴിച്ചവരുടെ ആരോഗ്യ റിപ്പോർട്ടുകളാണ് ശാസ്ത്രജ്ഞർ വിലയിരുത്തിയത്. എല്ലാവരുടെയും മരണകാരണങ്ങളിലെ സാദൃശ്യമാണ് നിഗമനത്തിൽ എത്തിച്ചത്. മലേറിയയ്ക്ക് കൊടുക്കുന്ന ഈ മരുന്ന് കോവിഡിന് ഫലപ്രദമാണെന്ന് ആദ്യം പ്രഖ്യാപിച്ചത് ഫ്രഞ്ച് വൈറോളജിസ്റ്റ് ഡിഡിയർ റൌട്ടാണ്. പിന്നാലെ മിറക്കിൾ ക്യൂർ അഥവാ വിസ്മയ രോഗമുക്തി എന്ന് ഡൊണാൾഡ് ട്രംപ് വിശേഷിപ്പിച്ചു. സത്യത്തിൽ ലോകാരോഗ്യ സംഘടന അപ്പോൾ പഠിക്കാൻ മാത്രമേ തീരുമാനിച്ചിരുന്നുള്ളൂ, ശുപാർശ ചെയ്തിരുന്നില്ല. എങ്കിലും മരുന്ന് ലോകമെങ്ങും ഉപയോഗിക്കാൻ തുടങ്ങി. മരുന്ന് കിട്ടാൻ പിടിവലിയും തുടങ്ങി. കോവിഡ് ബാധിതരിലെ രോഗപ്രതിരോധ ശേഷി തകർക്കുന്ന സൈറ്റോകിൻ സ്റ്റോം എന്ന അവസ്ഥയ്ക്ക് മലേറിയ ഗുളിക ഫലപ്രദമാണ് എന്നായിരുന്നു അന്നത്തെ വിലയിരുത്തൽ. ആദ്യഘട്ടത്തിൽ സൈറ്റോകിൻ സ്റ്റോം കുറഞ്ഞു വന്നതോടെ മരുന്ന് ഗുണകരമാണ് എന്ന വ്യാപക പ്രചാരണവും ഉണ്ടായി. എന്നാൽ 2020 ജൂൺ 19 തന്നെ ലോകാരോഗ്യ സംഘടന മലേറിയ മരുന്ന് കോവിഡിന് ഉപയോഗിക്കാൻ കഴിയില്ല എന്ന് കണ്ടെത്തിയിരുന്നു. ഈ മരുന്ന് 70% ഉത്പാദിപ്പിക്കുന്ന ഇന്ത്യയിൽ അങ്ങനെ ഒരു പഠനം നടന്നിട്ടില്ല. പക്ഷേ ഒന്നുണ്ട്, 2020 സെപ്റ്റംബറിൽ കോവിഡ് ചികിത്സയ്ക്ക് ഹൈഡ്രോക്സി ക്ലോറോക്വിൻ ഉപയോഗിക്കരുതെന്ന് ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് ഉത്തരവിട്ടു. അങ്ങനെയെങ്കിൽ ഇന്ത്യയിൽ ഈ മരുന്ന് എത്ര ഉപയോഗിച്ചു? അത് വ്യാപകമായി വിതരണം ചെയ്തോ? ഇതാ ആ കണക്കുകൾ. കോവിഡ് കാലത്ത് ഇന്ത്യയിൽ 11.16 കോടി HCQ അഥവാ ഹൈഡ്രോക്സി ക്ലോറോക്വിൻ ഗുളികകളാണ് വിതരണം ചെയ്തത്. ആരോഗ്യ പ്രവർത്തകർക്കാണ് ആദ്യഘട്ടത്തിൽ നൽകിയതെങ്കിൽ മറ്റുള്ളവർക്കും പിന്നീട് നൽകി. അപ്പോൾ കേരളത്തിലോ? ഇതാ കേന്ദ്രം ഹൈഡ്രോക്സി ക്ലോറോക്വിൻ സംസ്ഥാനങ്ങൾക്ക് നൽകിയതിന്റെ കണക്ക്. ആരോഗ്യമന്ത്രി അശ്വിനി കുമാർ ചൌബെ പാർലമെന്റിനെ അറിയിച്ചതാണ് ഈ വിവരം. മഹാരാഷ്ട്രയിൽ 97,20,000, ഉത്തർപ്രദേശിൽ 89,40,000, തമിഴ്നാട്ടിൽ 72,30,000. ഇങ്ങനെ വന്ന് കേരളത്തിന്റെ 39.5 ലക്ഷം. അപ്പോൾ ഇന്ത്യയിൽ എത്ര ആരോഗ്യ പ്രവർത്തകർ മരിച്ചു? 1509 ആരോഗ്യ പ്രവർത്തകർ. ഇത്രയും പേരാണ് കോവിഡ് ബാധിച്ച് മരിച്ചത് എന്നാണ് കേന്ദ്ര സർക്കാർ പാർലമെന്റിനെ അറിയിച്ചത്. ഇത്രയും പേരുടെ കുടുംബങ്ങൾക്കാണ് 50 ലക്ഷം രൂപ വീതം കേന്ദ്ര സർക്കാർ നൽകിയതും. ആ കണക്ക് വലിയ വിമർശനത്തിന് കാരണമായി. IMA മരിച്ച ഡോക്ടേഴ്സ് തന്നെ 1700 ഉണ്ട് എന്ന കണക്ക് പുറത്തുവിട്ടു. ബീഹാറിൽ 155, തമിഴ്നാട്ടിൽ 154, ഡൽഹി 150 തുടങ്ങി കേരളത്തിൽ 84 ഡോക്ടേഴ്സ് വരെ. ഡോക്ടേഴ്സ് മാത്രം ഇത്രയും വരുമ്പോൾ നഴ്സസും പാരാമെഡിക്കൽ ജീവനക്കാരും ഇതിന്റെ പല മടങ്ങ് വരും എന്നാണ് IMA പറയുന്നത്. ഇവരിൽ എത്ര പേർ ഹൈഡ്രോക്സി ക്ലോറോക്വിൻ ഉപയോഗിച്ചു? എത്ര പേർക്ക് അതുകൊണ്ടുള്ള ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടായി? എത്ര പേരുടെ മരണത്തിന് കാരണമായി? തുടങ്ങിയ വിവരങ്ങൾക്കൊന്നും സ്ഥിരീകരണമില്ല. അങ്ങനെയെങ്കിൽ ഈ സമയത്ത് ഇങ്ങനെയൊരു റിപ്പോർട്ട് വന്നിട്ട് എന്ത് കാര്യം? ആരോഗ്യരംഗത്ത് ഉത്തരവാദിത്തത്തോടെ പെരുമാറേണ്ട ഗവേഷണ സ്ഥാപനങ്ങൾ, രാഷ്ട്രത്തലവന്മാർ എന്നിവർ അതീവ ജാഗ്രത പാലിക്കണമെന്ന് മാത്രമേ ഈ നിമിഷം പറയാനാകൂ. വേണ്ടത്ര പഠനമില്ലാതെ മരുന്ന് കമ്പനികൾക്ക് വേണ്ടി ആരെങ്കിലും കുഴലൂത്ത് നടത്തിയിട്ടുണ്ടോ എന്നാണ് ഇനി അറിയേണ്ടത്. ലോകമെങ്ങും ആ നിലയ്ക്ക് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. ഇന്ത്യയിൽ കോവിഡ് എടുത്ത ജീവനുകൾ ഔദ്യോഗികമായി തന്നെ 5,33,000 എന്ന് മാത്രം ഈ നിമിഷം നമുക്ക് ഓർക്കാം.